ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പുട്ടുപൊടി ഇട്ടെടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ പുട്ടിനുള്ള പൊടിയൊക്കെ സെറ്റാവും കേട്ടോ. ആദ്യത്തെ പോലെ ഇങ്ങനെ കലക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാകുമ്പോഴേക്കും നമുക്ക് പുട്ടും കടലയും അതാണല്ലോ കോമ്പി അല്ല കേട്ടോ. ചിക്കൻ കറി മീൻ കറി ഒക്കെ കോമ്പിയാണ്. പക്ഷെ നമുക്കിന്ന് ഇവിടെ കടലക്കറിയാണ്. അപ്പോൾ ഈ കടലയും തക്കാളിയും ഉരുളൻകിഴങ്ങും പച്ചമുളകും സവാളയും ഒക്കെ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ തേങ്ങ അരക്കാത്ത കറിയാണ്. അപ്പോൾ ഞാനതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ടിനുള്ള മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെന്തിട്ട് അതിൻ്റെ മണ്ടയിലാണ് ഈ സാധനം വെക്കുന്നത്. അപ്പോൾ കറിയിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ആവി നമ്മൾ കയറ്റുമ്പോഴേക്കും കറിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റാവും കേട്ടോ. അപ്പം അവിടെ ഞാൻ അങ്ങനെ പൊടിയൊക്കെ കാണിച്ച് തരികയാണ്. കാരണം നമ്മൾ വെള്ളത്തിലിട്ടതാണ്, വെള്ളം കയറി ഒന്നും ചെയ്തിട്ടില്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുക്കർ ലാസ്റ്റ് കൂക്കാണ് ഇട്ടത് കൂക്കിയത്. അപ്പോൾ അതങ്ങനെ കൂക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തേങ്ങ ഒക്കെ ചെറുകി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കരഞ്ഞും വിളിച്ചും വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ഓൻ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ കുറച്ച് നേരം എടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയായി. അപ്പോൾ അതേ പുട്ടിനാവിയായി കടലക്കറിയുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടലക്കറിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളമൊക്കെ നമ്മൾ പുട്ട് വയ്ക്കുമ്പോഴത്തേന് നല്ല വറ്റി കുറുകി നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഈ ഇടയ്ക്ക് നമ്മൾ കടലൊക്കെ വെന്തുണ്ടാവും, ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുട്ടിനായിട്ട് തേങ്ങ ചെറുകി പുട്ട് വെച്ചിട്ടുണ്ട്. വിട്ട് പാത്രത്തിലാക്കി വെച്ച് എന്നത് അതൊന്ന് തിളച്ചിട്ട് നമ്മളത് വിസിലൂരി നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ എളുപ്പമാവും. നമ്മളെ മറ്റേ പുട്ടിൻ്റെ മാതിരി അല്ലല്ലോ. മറ്റേ പുട്ട് 3 കുറ്റി പുട്ട് കിട്ടുമെങ്കിലും കുറേ ടൈം എടുക്കും. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്കാവും. അതെ പുട്ടിന് ആവിയൊക്കെ വരുന്നുണ്ട്. ഞാനാകെ 4-5 കഷ്ണം പുട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. വെറുതെ ഉണ്ടാക്കി ബാക്കിയാക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കടലക്കറി വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അതിനൊന്നേ ഞാൻ മല്ലിയില ഇട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ഇല്ലാതെ ഒരു പരിപാടിയില്ല ഇവിടെ. എല്ലാത്തിക്കും ആരും വലിച്ചിടില്ല കേട്ടോ. മീൻ കറിക്കൊന്നും ഇടില്ല. ഇങ്ങനത്തെ കറിയിലൊക്കെ നമ്മൾ മല്ലിച്ചപ്പിടുള്ളൂ. അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ നമുക്ക് വറവിടാം. ഞാൻ കടുകും അതുപോലെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടിട്ടായിരിക്കും കേട്ടോ വറവിടുക. ചിലവർ കുഞ്ഞുള്ളി മാത്രമേ ഇടുള്ളൂ. ഞാൻ പക്ഷേ എനിക്കിങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് അങ്ങനെ ഇടും. പിന്നെ അറ്റാൾമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ നമ്മളിവിടെ വറവ് ഇടുന്നത്. അപ്പോൾ വറവിട്ട് കഴിഞ്ഞ് അപ്പോൾ ഒന്നും ചുവന്ന മുളകില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല വെച്ച് അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ 4 കഷ്ണം പുട്ടാട്ടോ ചുട്ടിട്ടുള്ളത്. പിന്നെ അത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരിഞ്ഞ് വെക്കുകയാണ് ഒന്ന്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടെങ്കിലും പുട്ടും പഴമാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ചിക്കൻ കറി മീൻ കറിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ പുട്ടിന് കടല എനിക്ക് അത്ര ഇഷ്ടമില്ല, വെറുതെ തിന്നാം. അപ്പോൾ ഞാൻ പുട്ടും പഴം തിന്നു. പിന്നെ മോൾക്ക് വെള്ളം പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കും രാവിലേക്കും വൈകുന്നേരത്തേക്കുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ ചോറായിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിഞ്ഞാൽ അതിനെ കേസറോൾക്കൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പരിപ്പ് വെള്ളത്തിലിടാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. അതല്ല, വെള്ളത്തിലിട്ട് നല്ല കുതിർന്ന പരിപ്പാണെങ്കിൽ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒപ്പം ഇട്ടാൽ മതിയിട്ട്. അത് ഞാൻ വെള്ളത്തിലിടാൻ മറന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. നമ്മൾ വിസിലടിച്ച് നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ കറി കേട്ടോ. ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിക്കുക. കടല നമ്മുടെ ഈ പരിപ്പ് കറി നല്ല ടേസ്റ്റാണ്. നമ്മുടെ അല്ല കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്ന പരിപ്പ് കറിക്കും നല്ല ടേസ്റ്റാണ്.
അതുപോലെ തന്നെ നമ്മളെ മലപ്പുറത്തുള്ള തക്കാളി താളിപ്പ്, കഞ്ഞിവെള്ള താളിപ്പ്, അങ്ങനെ കുറേ താളിപ്പുകളുണ്ടല്ലോ. അത് മാത്രം കൂട്ടി നമുക്ക് ചോറിന് നല്ല ടേസ്റ്റേക്കാരല്ലോ. അപ്പോൾ നമ്മളെ പരിപ്പ് കറി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പുട്ടിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളി കുറച്ചധികം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറിക്കും ഇവിടെ വേണമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ അങ്ങനെ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ഞാൻ കടുകും പിന്നെന്താ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ വറവിടുക. അങ്ങനെ ചിലവർ കടുക് മാത്രം ഇടുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ എന്താ ചുവന്ന മുളക് മാത്രം ഇടുന്ന അല്ല കുഞ്ഞുള്ളി ഇടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രണ്ടും ഇടും. ഈ പരിപ്പ് കറിക്കും അതുപോലെ എന്താ കടലക്കറി പിന്നെ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോട്ടോ അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ വറവ് വെച്ച് പിന്നെ എന്താ കരിവേപ്പിൻ്റെ എല്ലാം രണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉപ്പേരിക്കും ഒന്നിങ്ങനെ ദീക്കും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചോറിനുള്ള കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്ന് പിന്നെ പണിക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പണിക്കാരൻ നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഞാൻ വീണ്ടും എന്താ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. ബീൻസ് ഉപ്പേരിയാണ്. കടുക് പൊട്ടിച്ചു, കറിവേപ്പിൻ്റെ ഇട്ടു. ബീൻസ് ഞാൻ കുറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പണിക്കാർ വരും വെച്ചിട്ട് രാത്രി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുന്നില്ല പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്ക് അങ്ങനെ അടച്ച് മുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി വെന്ത് കഴിഞ്ഞിട്ട് ഞാനിത് നമ്മളെ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഒരുപാടൊന്നും വേണ്ട, രണ്ടോ ഒന്നോ ഒറ്റ ചെറിയുള്ളി ഒറ്റ മതി, അതൊക്കെ അരച്ച് ചതച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊരു കുണ്ടാക്കിയിട്ട് അതിൽ നമ്മുടെ ഇത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പയർ വെച്ചിട്ട് മൂടി വെച്ചാൽ പയറും നമ്മളെ ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിന് നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കാക്ക വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊടുന്നത്. അപ്പം അന്നേരം ആൾ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാം. മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ പറഞ്ഞു ചിക്കൻ വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ഉലുവട്ടു, ഒരു ഗ്രാമ്പൂ അതുപോലെ ഒരു ഏലക്ക. അപ്പോൾ അതൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് മുരിഞ്ഞ് കരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ കളറാവുമല്ലോ. ചിലവരിങ്ങനെ ഒന്നങ്ങോട്ട് വഴറ്റിയിട്ട് മറ്റുള്ളത് ഇടുമല്ലോ, അങ്ങനെ അല്ലാണ്ട് അത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ, എന്നാലും ആ ഒരു ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഏലക്കയും ഗ്രാമ്പൂൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളെ ചിക്കൻ കറിക്ക്. നമ്മളങ്ങനെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിക്കല്ല മുരിച്ചെടുക്കാതെ. അപ്പോൾ ഈ ഒരു കളറാട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഞാൻ ഇച്ചിരി അധികം ഇടുന്നുണ്ട്, കുഞ്ഞ് ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങളെ അളവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ ഇട്ടെടുത്താൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇതിലും കോരി ഇടും. നമുക്ക് പിന്നെ കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. പിന്നെ ബാക്കിയുള്ള സാധനം 2 തക്കാളി പിന്നെ 2 പച്ചമുളക് അതിങ്ങനെ 4ആയിട്ടൊക്കെ കീറി പറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കുഞ്ഞ് ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് ഇടുന്നത്. അത്ര വലുപ്പമുള്ളൂ. പിന്നെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കണക്ക്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, പിന്നെ ചിക്കൻ മസാല, പിന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ മാറി അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുടം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു കുഞ്ഞ് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ചിക്കൻ ഇട്ടതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല. പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയൊക്കെ വരുന്നത്.
അപ്പോൾ അതേ നമ്മളതങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഈ ചട്ടി അത്രയ്ക്ക് നല്ല സൂപ്പർ ചട്ടിയാണ്, പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നുമില്ല, ഉണ്ടെങ്കിലും അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയതുകൊണ്ട് തന്നെ ഞാൻ ഈ ചട്ടിയിലാണ് എപ്പോഴും ചിക്കനും മീൻ കറിയൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കണ്ടോ, നല്ല തളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഒരുപാട് എരിവൊന്നുമില്ല, ഇച്ചിരി മാത്രമേ ഉള്ളൂ വെള്ളം. പിന്നെ ഇത് നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇല. പിന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കഴിഞ്ഞു, കുറച്ചുള്ളായിരുന്നു. പിന്നെ കറിവേപ്പിൻ്റെ ഇല, വീണ്ടും കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ അത് ഇട്ടെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ വേവിച്ചെടുക്കാം. ഇതിനും നന്നായിട്ട് കുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നമ്മൾ കറിയൊക്കെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇത്തിരി കുറുക്കിയെടുത്തതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നമ്മളെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടാവും. ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ അത് വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം, ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ചിക്കൻ വന്നു കേട്ടോ. നല്ല തിളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പാകത്ത് ഉപ്പ് വരൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇത്രയും കറി ഉണ്ടാക്കിയെങ്കിലും ഈ കറി കൂട്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചോറ് തിന്നത്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി രാത്രിക്കും ചിക്കൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി, നെയ്ച്ചോറും വെച്ചു. പണി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ പണി ഇത് ഞാൻ ആ കാണുന്ന അടുപ്പിലായിരിക്കും കേട്ടോ മീനൊക്കെ വറുക്കുക, ചിക്കനൊക്കെ വറുക്കുക. ഇത് പുറത്താണ്, നമുക്ക് അത്ര സൗകര്യമില്ലല്ലോ. ആ കാണുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ആ നമ്മളെ സിങ്കൊക്കെ ചെറുതായതുകൊണ്ട്. പിന്നെ ആ ചാക്കൊന്നും നമ്മൾ നോക്കണ്ട, വലിയ എന്താണ് മറ്റേ തേങ്ങ വിറക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ. ഇനി ഇതാണ് നമ്മൾ പുറത്തൊക്കെ പാടെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് കറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് കറണ്ട് വന്നപ്പോൾ കുറേ സമയമായി. അപ്പോൾ അതങ്ങനെ അലക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ എപ്പോഴും കാണിക്കണ പോലെ തന്നെ ചെറിയൊരു അടുക്കളയാണെങ്കിലും കാണുമ്പോൾ തോന്നുന്നത് എന്താ പഠിച്ചോനെ സൂപ്പർ മാർക്കറ്റാണോ, ഉള്ളിടത്തല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ നെയ്ച്ചോറ് വെച്ച്, സിമ്പിളല്ല, കുക്കർ നെയ്ച്ചോറ് വെക്കണത്. അപ്പോൾ ഞാൻ ഡാളുടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറാണ് കേട്ടോ ഡാളുടെ, അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ഉറുമ്പ് തിന്നു അത്. അതുകൊണ്ട് ഞാൻ ആക്കി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കും. പിന്നെ അതിനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൈസൊന്നും ഒട്ടി പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ നമ്മളെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഒരു ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക, അങ്ങനെ കണക്കൊന്നുമില്ല, 3, 4 ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പരം തന്നെ നമ്മൾ എന്താക്കണം, ഉള്ളിയും ക്യാരറ്റും കൂടെ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ട് കേട്ടോ. നമ്മൾ ഉള്ളിയും ക്യാരറ്റും അതും ഒപ്പരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. പാകത്ത് ഉപ്പൊക്കെ വെച്ച് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ കുക്കറിൽ റൈസ് വെക്കുന്നത് എളുപ്പമാട്ടോ. ഒരു 3 വിസിലായി നല്ല സൂപ്പർ റൈസ് കിട്ടും. നല്ല വിട്ട് ഒട്ടി പിടിക്കാണ്ട് കട്ടാവാണ്ടൊക്കെ നന്നായിട്ട് റൈസ് കിട്ടും. അപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്തതാണ്, ഒന്ന് ഇത് വഴറ്റിയെടുക്കുകയാണ്. എനിക്ക് എന്താ പറയുക, അങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ജലദോഷം പിടിക്കുന്നുണ്ട്, ഇടങ്ങേറാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കരകര ശബ്ദമൊക്കെ വരുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് നോക്കുക, അതിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ഏറൊന്നും ചെയ്യില്ല, നല്ല സൂപ്പർ റൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3 വിസിൽ വരെ നോക്കിക്കാം. അങ്ങനെ അതായത് നമ്മളെ 3 വിസിൽ അതിലേറെ ആക്കണ്ട കേട്ടോ, വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളെ 3 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ, ആ ചിക്കൻ കറി വേറെ മോഡലാക്കാതെ അടിച്ചു. വേറെ മോഡൽ വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത്
തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ വെച്ചിങ്ങോണ്ടൊന്ന് കറി സെറ്റാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞും വെള്ളം കുടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആൾ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് ഇച്ചിരി വെള്ളത്തോടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടെ ഞാനിങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് മതി. നമുക്ക് ആവശ്യം നെയ്ച്ചോർക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ട് എത്തുന്നതിനും പറ്റായി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ അത്ര അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് വെച്ച് നമ്മളെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ചിക്കൻ കറിയും ഈ നെയ്ച്ചോറും കൂടെ. അപ്പോൾ അതൊക്കെ തളിച്ച് കുറച്ച് മടക്ക വെച്ച് നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതിയല്ലോ. ചിക്കനൊക്കെ ഉണ്ടാവും, ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രി നെയ്ച്ചോറോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ റൈസ് വെക്കാം. തക്കാളി റൈസോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തേങ്ങാച്ചോറ്. നമ്മൾ മലപ്പുറത്തുള്ള സംഭവമാണ് തേങ്ങാച്ചോറ്, ഉലുവൊക്കെ ഇട്ടിട്ടുള്ള അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ ചിക്കൻ കറി ആയതുകൊണ്ട് രാത്രി ആൾക്ക് ചോറൊന്നും പറ്റില്ല, സാധാ ചോറ് കിട്ടും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് കഴിക്കും. അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ കുറേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ കട്ടി കൂട്ടി തിന്നും. അതായത് നമ്മുടെ റൈസ് തുറന്നപ്പോൾ കണ്ടാൽ നല്ല കട്ടാണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് മോളെന്തോ പുസ്തകം കൊണ്ടുവന്നാണ്. അപ്പോൾ ഇത്ര കൊള്ളാം നമ്മളെ വിശേഷങ്ങൾ. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ പോലെ തോന്നി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താളി. അപ്പോൾ ഞാൻ നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ ബൈ, സീ യു.